ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഫെസ്റ്റിവൽ മേക്കപ്പ് ലുക്കാണ്. 500 രൂപയ്ക്ക് താഴെയുള്ള പ്രൊഡക്റ്റുകൾ വെച്ചിട്ട് ചെയ്യുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. ഇത് പാർട്ടി മേക്കപ്പ് ലുക്കായിട്ടും കല്യാണത്തിന് പോകുമ്പോഴും ഒക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. വളരെ സിമ്പിൾ ആണ്, എന്നാൽ നമ്മൾ ഒട്ടും കുറച്ചിട്ടില്ല. അപ്പം എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത് നോക്കാം. എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ പ്രൈമർ അപ്ലൈ ചെയ്യാണ്. ഇത് റെനയുടെ പ്രൈമറാണ്. നല്ല പ്രൈമർ കേട്ടോ. 450 റുപ്പീസേ ഉള്ളൂ, പക്ഷേ നല്ല പ്രൈമർ. നിങ്ങൾക്ക് ഇഷ്ടമാവും, വാങ്ങി നോക്കിക്കോളൂ. ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഞാൻ ഡിഫറെൻറ്റ് കമ്പനീസ് ആണ് ട്രൈ ചെയ്തിരിക്കുന്നത്. ഒന്നും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ റെനയുടെ തന്നെ രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് അല്ല ഞാൻ കാണിക്കുന്നത്. റെനയുടെ ഒരു പ്രൊഡക്റ്റ്, ഇത് BB ക്രീമാണ്. ഇന്നത്തെ മേക്കപ്പ് ലുക്കിൽ ഫൗണ്ടേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഒരു BB ക്രീം മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അത്യാവശ്യം നല്ലൊരു BB ക്രീമാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ബ്രഷ് ഒന്നും വേണ്ട, കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. അങ്ങനെ മാർക്സ് ഒന്നും ഹെവി ആയിട്ട് കവർ ആവുന്നില്ല, അതിന് നമുക്ക് കൺസീലർ തന്നെ വേണം. ബട്ട് ഇറ്റ്സ് ഗുഡ്. നല്ലൊരു ആ, ഒരു ഫ്രഷ് ലുക്ക് നമുക്ക് തരുന്നുണ്ട്. വേണ്ട കവറേജ് നമുക്ക്, എനിക്ക് കുഴപ്പമില്ലാത്തൊരു കവറേജ് തരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ മേലേക്ക് ഞാൻ ഒരു കൺസീലർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലർ മേക്കപ്പ് റവല്യൂഷന്റെ കൺസീലർ ആണ്. ഷെയ്ഡെല്ലാം ഞാൻ അവിടെ സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇന്ന് യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും 500 രൂപയ്ക്ക് താഴെയാണ്. എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് ഉണ്ടാവും, ക്ലിക്ക് ചെയ്തിട്ട് വാങ്ങാവുന്നതേ ഉള്ളൂ. ഓക്കെ, എൻ്റെ ഒരു ഷെയ്ഡ് ആണെങ്കിൽ കറക്റ്റ് ആയിരിക്കും ഈ ഷെയ്ഡൊക്കെ. കൺസീലർ നന്നായിട്ട് ഞാൻ കണ്ണിൻ്റെ താഴെ പിഗ്മെന്റേഷൻ ഉള്ള അവിടെ വേണമെങ്കിൽ കുരു വന്ന മാർക്സിൻ്റെ അവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് എല്ലാം മറയ്ക്കും. കാരണം നമ്മൾ അപ്ലൈ ചെയ്ത BB ക്രീമിന് അത്ര ഹെവി കവറേജ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് കോൺടോർ ചെയ്തെടുക്കണ്ട. ഇത് നിർബന്ധമില്ല. ഞാൻ പാക്കിന്റെ വേറൊരു കൺസീലർ ആണ്, ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കോൺടോർ ചെയ്ത് കൊടുക്കുകയാണ്. ഇതും കൺസീലർ ആയിട്ട് വാങ്ങാനാണെങ്കിലും കറക്റ്റ് ഷെയ്ഡ് കിട്ടുകയാണെങ്കിൽ, കറക്റ്റ് ഷെയ്ഡ് ഉണ്ട് എനിക്ക്, കിട്ടുകയാണെങ്കിൽ ഇതും വളരെ നല്ല പ്രൊഡക്റ്റ് കേട്ടോ. ഈ ഒരു കൺസീലറും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. BB ക്രീം ആയിക്കോട്ടെ കൺസീലർ ആയിക്കോട്ടെ ഒട്ടും ഹെവിനെസ് ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനും വർക്ക് ചെയ്യാനും ഒക്കെ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ്. എല്ലാം ഞാൻ നേരത്തെ തന്നെ ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഒന്നും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. നേരത്തെ ഇതുവരെ കാണിക്കാത്ത പ്രൊഡക്റ്റുകളാണ്. എല്ലാം ഡിഫറെൻറ്റ് കമ്പനീസ് ആണ്. എല്ലാം 500 രൂപയ്ക്ക് താഴെയുള്ള പ്രൊഡക്റ്റുകളാണ്. ഓക്കെ, മൂക്കിൻ്റെ അവിടെയൊക്കെ കൺസീലർ അപ്ലൈ ചെയ്തത് കുറച്ച് കൂടി പോയി. കുറച്ച് നല്ലോണം ബ്ലെൻഡ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. നല്ലോണം ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഇപ്പൊ റീസെന്റ് ലോഞ്ച് ആണ് ക്രീം ബ്ലഷ്. ഇത് ചീക്കി പീച്ച് എന്നാണ് ഷെയ്ഡിന്റെ പേരെങ്കിലും ഇറ്റ്സ് ആക്ച്വലി പിങ്ക് ഷെയ്ഡ് എന്ന് ഞാൻ പറയുള്ളൂ. നല്ലൊരു പിങ്ക്, റോസി പിങ്ക് ഷെയ്ഡ് എന്ന് എനിക്ക് തോന്നിയത്. അല്ല, പീച്ചിന്റെ ഒരു കളർ പോലും എനിക്ക് തോന്നിയില്ല. ബട്ട് ഇറ്റ്സ് ഗുഡ്. കളറ് തെറ്റിയതാണെങ്കിലും ബ്ലെൻഡ് ചെയ്യാനും അത്യാവശ്യം നല്ലൊരു കുറച്ച് നേരത്തേക്ക് നിൽക്കാനും ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ക്രീം ബ്ലഷ് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഐബ്രോസിന് ഞാൻ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വേൾഡിന്റെ ഈ ഒരു ബ്രോ പെൻസിലാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ക്രീമി ആയിട്ടുള്ള പെൻസിലാണ്. നമുക്ക് ഒട്ടും പുരുകമില്ലാത്തവർക്കൊക്കെ നമുക്ക് വരച്ചു കൊടുക്കാൻ പറ്റും. അല്ലാതെ ഫിൽ ചെയ്യാനും ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. അപ്പുറത്ത് രണ്ട് സൈഡ് ഉണ്ട്. ഒരു സൈഡ് പെൻസിലും നമ്മൾ ഷാർപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യണം, മറ്റേ സൈഡ് ബ്രഷും ഉണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാനും ഒക്കെ വേറെ ബ്രഷ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഐബ്രോസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഐ ഷാഡോ ആണ്. ഐ ഷാഡോ എൻ്റെ ആക്ച്വലി എൽഫിന്റെ തന്നെ വേറൊരു പാലറ്റ് ഉണ്ട്, പക്ഷെ ഞാൻ വിചാരിച്ചു ഇന്ന് എല്ലാം റോസ് ലുക്ക് ആയതുകൊണ്ട് ഞാനിവിടെ റോസ് വാട്ടർ എന്ന് പറയുന്ന ഒരു പാലറ്റ് ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു പക്ക ഒരു റോസ് ഷിമ്മർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഐലിഡ്സിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ക്രീസിന്റെ അവിടെ കുറച്ച് മേലേക്കുമായിട്ട് അതിലാകെ ഒരു മാറ്റ് ഷെയ്ഡേ ഉള്ളൂ. റോസിന്റെ തന്നെ ഒരു ലൈറ്റ് സിമെന്റ് കളർ, എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറ്. അതും ഞാൻ ക്രീസിന്റെ മേലേക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം വീണ്ടും എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നീറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേറൊരു ലൈറ്റർ ഷിമ്മർ ഷെയ്ഡ്
ഞാൻ പുരികത്തിന്റെ താഴെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. അതേമാതിരി കണ്ണിന്റെ ഇന്നർ കോർണേഴ്സിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ചെറിയ കണ്ണുള്ളവർക്ക് അല്ലെങ്കിൽ കണ്ണൊന്ന് തുറന്ന പോലെ ഇരിക്കും. ഇനി ഞാനൊരു കാജൽ, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കൊളോസൽ കാജൽ, ഞാൻ ജസ്റ്റ് വാട്ടർ ലൈനിൽ മാത്രമേ എഴുതുന്നുള്ളൂ. എന്നിട്ട് കോർണറിന്റെ അവിടെ ജസ്റ്റ് ഒന്ന് വാലിട്ട് കണ്ണെഴുതുക പറയില്ല, അതുപോലെ ഒന്ന് ചെയ്യുന്നുണ്ട്. കാരണം ഇത് നമുക്കൊരു ട്രഡീഷണൽ ലുക്ക് ആയതുകൊണ്ട്. എന്നിട്ട് കൺമഷി പരക്കാതിരിക്കാൻ ആ ഒരു മാറ്റ് ഷെയ്ഡ് എടുത്തിട്ട് താഴെ ജസ്റ്റ് ഒന്ന് ഔട്ടർ വാട്ടർ ലൈനിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് മസ്കാര, ഇത് റിമലിന്റെ വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. എനിക്ക് മസ്കാര എപ്പോഴും വാട്ടർ പ്രൂഫ് വേണം, കാരണം അല്ലാത്ത മസ്കാര എനിക്ക് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പരക്കും. വാട്ടർ പ്രൂഫ് ആകുമ്പോൾ അങ്ങനെ തന്നെ സ്റ്റേ ചെയ്തോളും. കണ്ണിന്റെ താഴെ എനിക്ക് നന്നായിട്ട് വേർക്കുന്ന ഒരാളാണ്. അപ്പം അത് പരക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ പ്രൂഫ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പം മസ്കാര വലിയ കുഴപ്പമില്ല, അങ്ങനെ ബെസ്റ്റ് മസ്കാര എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് നല്ല ഒരു നിറയെ ബ്രിസിൽസ് ഉള്ള മാതിരി നമുക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ കണ്ണിന്റെ താഴെ എനിക്ക് വേർക്കും, അതേപോലെ ടീ സോൺ ഏരിയ മൊത്തമായിട്ട് ഞാൻ വേർക്കും. അപ്പൊ അവിടെ മാത്രം ഞാനൊരു ബനാന പൗഡർ, ഷുഗർ പോപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ, ഷുഗറിന്റെ തന്നെ വേറൊരു കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അവരുടെ ബനാന പൗഡർ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതും ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കേട്ടോ. കണ്ടോ ചെയ്തതും ചെയ്യാത്തതും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം ഇരിക്കും. ഞാൻ അതിന്റെ ഇടയിൽ പോയി പൊട്ടൊക്കെ തൊട്ടിട്ട് വന്നു. ഇത് ആക്ച്വലി ഒരു ബ്ലഷ് ആണ്. ഇത് ബ്ലഷും ഹൈലൈറ്ററും കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഞാൻ ഇതൊരു ഹൈലൈറ്റർ ആയിട്ട് അപ്ലൈ ചെയ്യാണ്. ഇത് റോസ് തന്നെയാണ് ഷെയ്ഡ്. അപ്പൊ നമ്മൾ സ്വിസ് ബ്യൂട്ടിയുടെ ക്രീം ബ്ലഷ് അപ്ലൈ ചെയ്തുവല്ലോ, അപ്പൊ അതിന്റെ മേലെ ഈ ഒരു ബ്ലഷ് കൂടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്രീം ബ്ലഷ് അനങ്ങാതെ ഇരുന്നോളും. അത്യാവശ്യം വേണ്ട ഒരു ഹൈലൈറ്റിംഗ് എഫക്റ്റും കിട്ടും. ലിപ്സ്റ്റിക്കിന് ഞാൻ യൂസ് ചെയ്യുന്നത് മമാഎർത്തിന്റെ ബബിൾ ഗം ന്യൂഡ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇതും ഒരു ന്യൂഡ് പിങ്ക് ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണ്. എൻ്റെ സ്ഥിരമായിട്ട് എൻ്റെ ഹാൻഡ് ബാഗിലുള്ള ഒരു ഷെയ്ഡാണ്. കുറേ നേരം അനങ്ങാതെ ഇരിക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് ഇത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് ലുക്ക്. വളരെ സിമ്പിൾ ആണ്. ഡിഫറെന്റ് ഡിഫറെന്റ് പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്തത്. എല്ലാം 500 രൂപയ്ക്ക് താഴെയുള്ളൂ. എനിക്ക് തോന്നുന്നു ബ്ലഷ് മാത്രമേ 500 റുപ്പീസ് വന്നിട്ടുള്ളൂ, ബാക്കി എല്ലാം 500 രൂപയ്ക്ക് താഴെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കൂ പറയാൻ ഫുഡല്ല, എന്നാലും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.